കപ്പലിൽ കയറിയപ്പോൾ ആ പുള്ളിക്കാരന് 5 ദിവസത്തെ കപ്പൽ യാത്രയാണ്. കപ്പലിൽ കയറിയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിലൊരു ബാഗുണ്ട്. അതിനകത്ത് കുറച്ച് ബ്രെഡും ജാമും ബട്ടറും പച്ചയത്തയ്ക്ക പച്ചയായിട്ടാണ് വീട്ടിൽ നിന്ന് എടുത്തേ. പിറ്റേ ദിവസം പഴുത്തു. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. കപ്പൽ രാജകീയമായ യാത്രയാണ്. സ്തോത്രം. 7 മണിയായപ്പോൾ ഒരു ബെല്ലടിച്ചു. എല്ലാവർക്കും ബെഡ് കോഫി റെഡി. എല്ലാവരും പോയി കാപ്പി കുടിച്ചു. ഈ പുള്ളി മാത്രം പോകുന്നില്ല. വൈകിട്ട് ഭയങ്കര രാജകീയ ഡിന്നർ. എല്ലാവരും പന്ത് കളിക്കാൻ പോകുന്നു. എല്ലാവരും അവിടെ കിടന്ന് ചാടുന്നു. കപ്പൽ ആർത്തുല്ലസിക്കുക. തുറമുഖം അടുക്കുക. പക്ഷേ ഒരു മനുഷ്യൻ നോക്കിയപ്പോൾ പുള്ളി അടുക്ക ഇരിക്കുന്ന ആൾ ഒന്നും കഴിക്കുന്നില്ല. പുള്ളി ചോദിച്ചു, എന്നെ പറ്റി? പുള്ളി പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് കപ്പൽ തുറമുഖത്ത് അടുക്കുക. പുള്ളി ചോദിച്ചു, സ്നേഹിത, 5 ദിവസമായിട്ട് നിൻ്റെ അടുക്ക ഇരിക്കുക. നീ ഒരു സ്തോത്രം ഇവിടെ നിന്നൊരു കാപ്പി പോലും കുടിച്ചില്ല. നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? പുള്ളി പറഞ്ഞ്, ആരോടും പറയല്ലേ സ്തോത്രം, എനിക്ക് പൈസ ഇല്ല. പുള്ളി ചോദിച്ചോണ്ടാ, മണ്ടച്ചാരെ, നീ എടുത്ത ടിക്കറ്റിനകത്ത് ഇത് മൊത്തം ഉണ്ട്. അത് ഞങ്ങൾ 5 ദിവസം ഇതുപോലെ ചിലർ രക്ഷിക്കപ്പെട്ട ബൈബിളിൽ പറഞ്ഞ് ഒന്നും ആസ്വദിക്കാതെ സ്തോത്രം ഉണക്കച്ചപ്പാത്തിൽ നിന്ന് ഇപ്പം തല്ലിപ്പഴിപ്പിച്ച പഴവും കഴിച്ചേച്ച് സ്വർഗത്തിപ്പാന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല വേദപുസ്തകം. എന്തുവാണ് ബൈബിളിൻ്റെ സിസ്റ്റം? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ചിലർ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ചിലർക്ക് നല്ല ലൈഫ് നയിക്കാൻ പറ്റാത്തത്? ജീവിതത്തിൽ ഒത്തിരി പരാജയം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നല്ല ലൈഫ് നയിക്കാൻ കൊതിക്കുന്ന ഓരോ ദൈവമക്കളും ഉത്സാഹികളായിരിക്കണം. എന്തുവാണ് ഉത്സാഹം. ഞാൻ ഒത്തിരി പേരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. നമ്മുടെ ഒരു ചെറിയ മടിയും ഒരു ചെറിയ ഉഴപ്പും പോലും നിൻ്റെ മരണ ദിവസം വരെ നിനക്ക് തടസ്സങ്ങളായിരിക്കും. മറിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിലും ആക്റ്റീവായാൽ, നിങ്ങളുടെ കഴിവുകളെ വെളിപ്പെടുത്തിയാൽ, പഠിക്കാൻ വിട്ടാൽ പഠിക്കണം. പഠിക്കാതെ നടന്നാലുള്ള തിക്താനുഭവം നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഒരു ജന്മം മുഴുവൻ ചുമടെടുക്കണം. പഠിച്ചാലോ ഒറ്റ സിഗ്നേച്ചർ മതി. നിൻ്റെ സന്തതിയുടെ കാലത്തും അവൻ നന്മ നിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ചെറിയ ചെറിയ മടിയും ചെറിയ ചെറിയ ഉഴപ്പും മനുഷ്യജീവിതത്തിൽ വലിയ പരാജയമുണ്ടാക്കുക. ഞാൻ നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇനിയും നിനക്ക് ഉത്സാഹിയാകാം. സ്തോത്രം. ഒരു മുട്ടുവേദന വന്നെന്നും പറഞ്ഞ് 6 ആഴ്ച കൊണ്ട് കട്ടിലേക്ക് കിടക്കുക. ഒരു പെടലി വേദന ഉണ്ടെന്നും പറഞ്ഞ് ആരെയും നോക്കാതെ നടക്കുക. അങ്ങനെയൊന്നും അല്ല. ഇങ്ങോട്ട് നോക്കിയേ, ആർക്കാ പെടലി വേദന ഇല്ലാത്ത? ആർക്കാ മുട്ടുവേദന ഇല്ലാത്ത? ആരുടെ ദേഹത്ത് രോഗമില്ലാത്ത? ഒരു രോഗം പോലും ഇല്ലാത്ത ആരെയിലൂടെ ഉണ്ടോ എന്ന് കൈവക്കിക്കേ. കണ്ട, ഒരെണ്ണമില്ല. 1000കണക്കിന് ആൾക്കാർ കൂടിയാലും ഒരാൾ പോലുമില്ല രോഗിയല്ലാത്ത. എല്ലാവർക്കും രോഗമുണ്ട്. പക്ഷേ രോഗത്തെ മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്നത് എങ്ങനെയാണ്? കടമില്ലാത്ത ആരാ ഉള്ളത്? കൈവൊക്കെ 85% ആൾക്കാർക്ക് ഇവിടെ കടമുണ്ട്. പക്ഷേ കട ഉണ്ടായിട്ടും എങ്ങനെ നന്നായി ജീവിക്കുന്നത്? വീട്ടിൽ ഭയങ്കര വെല്ലുവിളിയില്ലാത്ത ഏത് വീടാ ഉള്ളത്? പറ. സകല വീട്ടിലും വെല്ലുവിളിയാ, സകല വീട്ടിലും പോരാട്ടമാ. ആ പോരാട്ടത്തിന് നടുവിൽ എങ്ങനെയാ നന്നായി ജീവിക്കുന്നത്? ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. ഒറ്റ വഴി ദൂതേ ഉള്ളൂ ദൈവം പറയുന്നത്. നീ നന്നായിരിക്കേണ്ടതിന്, നന്നായി ജീവിക്കേണ്ടതിന്, നല്ലതായി ജീവിക്കേണ്ടതിന് എൻ്റെ വഴികളിൽ നടക്കണം.